പറയുന്നു തിരുനബി, ഏതൊരാളോ രോഗിയായി, എന്നാൽ മലക്കുകൾ 4 വരവുണ്ടാദ്യമായി. ജസദിൻ്റെ ശക്തി പിടിച്ചെടുക്കണമെന്ന് അതിലൊരു മലക്കോടാജ്ഞയും കൊടുക്കുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും നീക്കണം എന്നുള്ളതാ രണ്ടാമനോടെന്നറിയണം. മുഖത്തുള്ള കോമളവർണ്ണവും നീക്കെന്ന് മൂന്നാമനോടവനാജ്ഞയും കൊടുക്കുന്നു. നീക്കേണ്ടതാണ് അവനുള്ള ദോഷം മുഴുവനും എന്നാജ്ഞ റബ്ബ് കൊടുക്കുമേ നാലാമനും. ശിഫയാക്കി രോഗം എന്നു കണ്ടാൽ 4, അല്ലാത്തതൊക്കെ മടക്കുമെന്ന ഹാല്. 4 മലക്കപ്പോൾ സുജൂദിൽ വീഴും, എന്നിട്ടിലാഹോടി പ്രകാരം കേഴും. മടക്കി കൊടുക്കാൻ ആജ്ഞ അവരോടാക്കി, നീ എന്തിനതിൽ നിന്നെന്നെ ഇന്നൊഴിവാക്കി. രോഗത്തിൽ ആണ്ടവൻ എത്ര കഷ്ടത തിന്നതാ, ക്ഷമ കൊണ്ട് അവനതിനൊക്കെ സ്വാഗതം ചെയ്തതാ. അതുകൊണ്ട് ദോഷം അവനിലേക്ക് മടക്കല് എനിക്കിഷ്ടമല്ലെന്ന ജവാബ് കൊടുക്കല്. എന്നാൽ ഇലാഹി എന്തു വേണം ഞാനിത് ബഹറിൽ എറിഞ്ഞേക്കെന്ന് പറയും റബ്ബത്. ഈ രീതിയിൽ എറിയുന്ന ദോഷം കൊണ്ട് തിംസാഹിനെ സൃഷ്ടിക്കലാണെന്നുണ്ട്. മവാഇദുൽ ഉസ്ഫൂരിയായിൽ ഉണ്ടിത്. 16 സുഹൃത്തുക്കളെ പറയുന്നത്. ഫഖറെന്ന രോഗം ശക്തിയായി എനിക്കുണ്ട്, ക്ലേശത്തിലാ ഞാൻ തങ്ങളെ അത് കൊണ്ട്. സലഫീങ്ങളിൽ ഒരു സൂഫി പണ്ഡിതനോടൊരാൾ നേരിട്ട് വന്ന് പറഞ്ഞതാണ് ഈ വാക്കുകൾ. ചോദിച്ചു പണ്ഡിതനും അയാളോടന്ന്, നിനക്കുണ്ടോ കാഴ്ച സഹോദര കണ്ണിന്? അപ്പോൾ അയാൾ പറയുന്നു, യാതൊരു ഭംഗവും ഇല്ലെൻ്റെ കണ്ണിന് ഉണ്ടതിന് തെളിച്ചവും. കണ്ണിൻ്റെ കാഴ്ച നിനക്ക് മാറ്റാൻ ഇഷ്ടമാ, പകരം തരാം 10,000 മതിയാകുമോ? ഒരു കാലവും എനിക്കിഷ്ടമല്ലത് മാറ്റലും, 10,000 പകരം എനിക്ക് ലഭിക്കലും. മുറിക്കട്ടെ എന്നാൽ നിൻ്റെ കൈകാൽ 2, പകരത്തിനൊരു 10,000 തരുന്നുണ്ട്. എനിക്കിഷ്ടമല്ലത് തങ്ങളെ മുറിക്കുന്നത് എന്നാണ് അതിനപ്പോൾ ജവാബ് പറഞ്ഞത്. പോകട്ടെ എന്നാൽ നിന്നെ മജ്നൂനാക്കും, പകരം ഉടൻ 10,000 തന്നേക്കും. 10,000 ലഭിക്കുന്നു എന്നാൽ തന്നെ ഞാൻ ഭ്രാന്തനാകാൻ ഇഷ്ടമില്ലേ പൊന്നേ. ഏതാണ്ട് 40,000 വിലയുള്ളത് നിനക്കുണ്ട്, പിന്നീടെന്ത് ഫഖറാണുള്ളത്. ഈ രീതിയിൽ നിഅമത്തു ചെയ്ത ഇലാഹിനെ ലജ്ജിക്കുമെങ്കിൽ പറയുമോ നീ ഇങ്ങനെ? റൂഹുൽ ബയാൻ നീ നോക്ക് 4 വന്നതാ, 420 3 ചേർന്നതാ.